ഇവിടെ ഇപ്പോൾ അമല ആശുപത്രിക്ക് മുന്നിൽ നിന്നും സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുകയാണ്. സച്ചിൻ, ഇനി അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 2 മണിക്കൂറോളം പൊതുദർശനം. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 1 മണിക്കൂർ വൈകി, 1 മണിക്കൂർ 10 മിനിറ്റ് വൈകി മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി പൂങ്കുന്നത്തേക്ക് എത്ര ദൂരമുണ്ട് അമല ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തേക്ക്? സിജു, ആംബുലൻസ് ഇതാ പുറപ്പെടുകയാണ്. പൂങ്കുന്നത്തെ വസതിയിലേക്കാണ് പി ജയചന്ദ്രൻ, കേരളത്തിൻ്റെ ഭാവഗായകനെയും വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ അമല ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. പൂങ്കുന്നത്തേക്ക് ഒരു 10 മിനിറ്റിനകം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തും. അവിടെ പി ജയചന്ദ്രൻ്റെ ഭാര്യയും മക്കളും അതേപോലെ തന്നെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ അവസാനമായി പി ജയചന്ദ്രനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ വീട്ടിലുണ്ടാവും. അതേപോലെ തന്നെ പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ആംബുലൻസ് എത്തും. അതിനുശേഷം 2 മണിക്കൂറോളം പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലാണ് പൊതുദർശനം വെക്കുക. നിരവധി പേരാണ് അവസാനമായി പി ജയചന്ദ്രനെ കാണുവാൻ വേണ്ടി അമല ആശുപത്രിയിലും എത്തിയിട്ടുള്ളത്. ഈ ആശുപത്രിയിലെ ജീവനക്കാരും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഈ അമല ആശുപത്രിയിലും എത്തിയിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂറിലധികം വൈകിയാണ് മൃതദേഹം ഇപ്പോൾ അമല ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. സിജു, ശരി സച്ചിൻ, അമല ആശുപത്രിയിൽ നിന്ന് പി ജയചന്ദ്രൻ, ഭാവഗായകൻ, മലയാളിയുടെ ഇഷ്ടഗായകൻ്റെ മൃതദേഹം ഇപ്പോൾ പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വീട്ടിലെത്തിച്ച ശേഷം പൂങ്കുന്നത്ത് 2 മണിക്കൂറോളം പൊതുദർശനം. അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം നടക്കും. നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും.